11 വർഷമൊക്കെ മുന്നെയാണ്. വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല. ഇനി എന്ത്, ഇനി അവിടെ ഇനിയാണ് കഥ തുടങ്ങുന്നത്. പുതിയതിടുന്നു, കാത് കുത്തുന്നു, ഹീലാവുന്നു, മൂക്ക് കുത്തുന്നു, ഹീലാവുന്നു. നമ്മളുടെ ഈ കമ്മലിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു വലിയ ചുവന്നിട്ട് വേറൊരു കമ്മൽ. എന്ത് ചെയ്യണം? അപ്പൊ അവരിങ്ങനെ നോക്കിയപ്പോ എന്നോട് ചോദിച്ചു, ഇതെന്തത് ചോദിച്ചു. അങ്ങനെ പിടിച്ചിങ്ങോട്ട് അമർത്തിയിട്ട് ആ ബമ്പിന്റെ ഉള്ളിന്ന് അമ്മേ വേദന. ഏറ്റവും നല്ല മരുന്ന്. വേദന സഹിക്കാൻ ഞാൻ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ച്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അതെന്താണ് സ്പെഷ്യൽ എന്ന് പറയാൻ ഇരിക്കുന്ന കാരണം വെച്ചാൽ, ഈ ഒരു വ്ളോഗ് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുള്ളൊരു വ്ളോഗാണ്. ഈ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിലോ ഈ ഒരു വീഡിയോ ഒരു വർഷത്തോളം മുന്നേ തൊട്ടിട്ട് ഞാനിതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാര്യം ഉണ്ടാവും, അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീണ്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും അതേ പ്രശ്നം വീണ്ടും വരും. അങ്ങനെ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ നോക്കിയിരുന്ന് ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ സമയം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും പിയേഴ്സിങ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതായത് 1, 2, 3, പിന്നെ നോർമലായിട്ട് 4ാമത്തെ, സെയിം ഇവിടെ 4 പിന്നെ 1. ഇത്രയും പിയേഴ്സിങ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഏറ്റവും ലാസ്റ്റ് ചെയ്തത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു വ്ളോഗാക്കിയിട്ട് ചെയ്യോ, എന്തുണ്ടായത്, എങ്ങനെയായിരുന്നു, എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, മൈ പിയേഴ്സിങ് സ്റ്റോറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും വ്ളോഗിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇത് നോർമലായിട്ട് ഒന്ന് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളറിയാണ്ടേ നമ്മളെ പാരൻസ് ചെയ്യണത് അല്ലേ, അതെല്ലാവർക്കും ഉണ്ടാവും. അതല്ലാതെ നമ്മളുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ, അതിന് നമ്മൾ സ്വന്തം ബോധത്തോടെ ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് സ്റ്റഡാണ് കേട്ടോ. ആദ്യം അതാണ് ചെയ്തിട്ടുള്ളത്. അത് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 11 വർഷമൊക്കെ മുന്നെയാണ്. 11-12 വർഷമൊക്കെ ആയി. ഞങ്ങൾ ബി.എഡിന് പഠിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഖത്തറിൽ നിന്ന് ബി.എഡിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. എന്നിട്ട് ബി.എഡ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു സെക്കൻഡ് സ്റ്റഡിൻ്റെ ആഗ്രഹം പെട്ടെന്ന് മനസ്സിൽ ഉണ്ടായത്, വേണം എന്നുള്ളത്. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ഇഷ്ടങ്ങൾ നമുക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടാവും, പക്ഷെ ചില ഇഷ്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരും. പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്ന വരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല, അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ല. അമ്മയ്ക്ക് അതെന്തോ ഒരു മോശം കാര്യം പോലെ ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അമ്മ അയ്യേ വേണ്ട അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറയും, സമ്മതിക്കില്ല. പിന്നെ അങ്ങനെ അപ്പോൾ സൈത്തേട്ടനാണെന്ന് വെച്ചെങ്കിൽ അന്ന് ഖത്തറിൽ തന്നെയാണ്, ഞാൻ മാത്രമാണ് നാട്ടിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അന്ന് സ്വപ്പും ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ബി.എഡിന് പോയിരുന്നത്. അങ്ങനെ ഞാൻ സ്വപ്പുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ ഇത് അന്ന് സ്വപ്പ് കുത്തിയിട്ടുണ്ട് കേട്ടോ. സ്വപ്പിനും ഓൾറെഡി സെക്കൻഡ് സ്റ്റഡ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, എനിക്കങ്ങനെ കുത്തണമെന്നുണ്ട്, പക്ഷേ അമ്മ വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല, എന്താ ഇപ്പം ചെയ്യാം, പോയിട്ട് കുത്തിയാലോ, ഒറ്റ കൂടെ വരുമോ എന്നൊക്കെ ചോദിച്ചു സ്വപ്പിൻ്റെ അടുത്ത്. അപ്പോൾ സ്വപ്പ് പറഞ്ഞു അതിനെന്താകുന്നു കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് കുത്താറുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടിൽ പറയാണ്ടേ ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി വളാഞ്ചേരി ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് മനസ്സുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ എന്നാലും പേടിയോട് കൂടിയിട്ടാണ് എന്തായാലും കാത് കുത്തി, സെക്കൻഡ് സ്റ്റഡ് കുത്തി. മറ്റേ ഗൺ ഷോട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും അത് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ പേടിച്ചിട്ടാണ് ചെയ്തത്, പക്ഷേ സ്വപ്പുണ്ടായിരുന്നു കൂടെ ധൈര്യത്തിന്. അങ്ങനെ വീട്ടിൽ വന്നത് പറഞ്ഞപ്പോൾ ഇത് കാണിച്ചു കൊടുത്തപ്പം ഞാൻ പ്രതീക്ഷിച്ച അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് അമ്മ ദേഷ്യപ്പെടുമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി കുത്തി കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ചെറുതായിട്ടൊക്കെ എന്തിനാ ചെയ്തെന്നുള്ള മാതിരിയുള്ളതല്ലാണ്ട് വലിയതായിട്ടൊന്നും അമ്മ ദേഷ്യപ്പെട്ടില്ല. അങ്ങനെ അപ്പോൾ അതാണ് ഫസ്റ്റ് പിയേഴ്സിങ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു വല്ലതും പ്രശ്നമാവുമോ, നമ്മൾ പഴുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ കാത് കുത്തി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. എൻ്റെ അടുത്ത് ഇത് കുത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല,
മറ്റേ ചെറിയ ചൂടുവെള്ളം, ഉപ്പ് ഇട്ടിട്ടുള്ള ചെറിയ ചൂടുവെള്ളം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അത്രയൊക്കെ തന്നെ വേണ്ടു. ഞാൻ ചെയ്തു, ഒരു ദിവസം എങ്ങാണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കത് പെട്ടെന്ന് തന്നെ അത് ഹീലായി, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ കുത്തിയത് പെട്ടെന്ന് സുഖമായി, ഒരു കുഴപ്പമില്ല. അതൊരു 1 month ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് മാറ്റിയിട്ടു തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാണ് ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് BEd ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഖത്തറിലേക്ക് തന്നെ പോയി കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മൂക്കുത്തി പ്രേമം. ഞാൻ തന്നെ ആലോചിക്കും, എനിക്ക് അങ്ങനെ മൂക്കുത്തിയോട് യാതൊരു ഇഷ്ടമുള്ള ആളായിരുന്നില്ല, ഒരു ഇഷ്ടം തോന്നിയിരുന്നില്ല മുമ്പെന്നും. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഇഷ്ടം വന്നതാണ് മൂക്കുത്തിയോട്. പിന്നെ ആ ഇഷ്ടം മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടോ പിന്നെ അത് നടത്താണ്ട യാതൊരു സമാധാനവും ഇല്ല. പിന്നെ എപ്പോഴും മൂക്കുത്തി വേണം, അതുതന്നെയായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ സരിത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മൂക്കുത്തണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സരിത്തേട്ടനും വലിയ താല്പര്യമില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ അപ്പം അതൊരു എക്സ്ട്രാ അല്ലേ, എന്തിനാ വെറുതെ മുഖത്ത് അങ്ങനെയൊക്കെ കാണിക്കണം, വെറുതെ അതെങ്ങാനും ഇനി പ്രശ്നമായാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല, എനിക്ക് എന്തായാലും വേണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൈത്തേട്ടൻ അങ്ങനെ നോ ഒന്നും പറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു, ശരി എന്നാൽ ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് ഷോപ്പിൽ ജ്വല്ലറിയിൽ പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ജ്വല്ലറിയൊക്കെ, ആ ജ്വല്ലറി. പക്ഷെ അന്നൊന്നും ഇപ്പൊക്കെ കാണില്ലേ എല്ലാവരും കാത് കുത്തുന്നത്, മൂക്ക് കുത്തുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. പക്ഷേ അന്ന് അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. അതെന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അത് സത്യം പറഞ്ഞാൽ സൈത്തേട്ടനും കുട്ടികളൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഞാനതിൻ്റെ ഉള്ളിലേക്ക് പോയി, അവിടുന്ന് സെയിം ഗൺ തന്നെയായിരുന്നു കേട്ടോ, ഗൺ ഷോട്ട് ചെയ്തു, പരിപാടി കഴിഞ്ഞു, തിരിച്ചു വന്നു. നോക്കുമ്പോൾ മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. മൂക്കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖത്തിന് വല്ലാത്തൊരു ഭംഗിയുള്ള ഒരു സാധനം തന്നെയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഏതൊരാളുടേത് മൂക്കുത്തിയിട്ടുള്ള മുഖത്തിന് ഒരു വേറെ ലെവലാണ്, നല്ല ഭംഗിയാണത്. ചിലരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, മൂക്ക് കുത്താത്തവരെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അവർ മൂക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് എൻ്റെ മൂക്കുത്തി തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അത് ഖത്തറിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ അന്നും ഇതുപോലെ മുഖത്തല്ലേ, മറ്റതൊക്കെ ഇപ്പോൾ നമുക്ക് ചെവിയാണ് എന്നൊക്കെ വിചാരിക്കാം, അപ്പോൾ മുഖത്താണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അതും ആദ്യത്തെ അത് പറഞ്ഞ പോലെ തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ എന്താ പറയുക, ഞാൻ അതിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അത് ഹീലാവാൻ വേണ്ടിയിട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ പെട്ടെന്ന് തന്നെ ഓക്കെ ആയി. ഞാൻ പെട്ടെന്ന് മാറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് ഞാൻ ഒരു ഡയമണ്ടിൻ്റെ നോസ് പിന്ന് ആദ്യമേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് കുത്തി തന്നെ എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും ഞാനത് അങ്ങനെ പെട്ടെന്ന് അഴിച്ചിട്ടിട്ടില്ല കേട്ടോ. കാരണം എന്തെങ്കിലും പ്രശ്നം വരണ്ട എന്ന് വെച്ചിട്ട് ഞാനതൊരു 1 മാസമൊന്നുമല്ല, 1-2 മാസമൊക്കെ എടുത്തു തോന്നുന്നുണ്ട് ഞാനത് മാറ്റിയിടാൻ. ഞാൻ തന്നെ മെല്ലെ ഇരുന്ന് അത് അഴിച്ച് അങ്ങനെ എന്താ പറയുക, നോസ് പിന്ന് മാറ്റി എൻ്റെ അടുത്തുള്ള ഡയമണ്ടിൻ്റെ ഇട്ടു കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് രണ്ടാമത്തെ പിയേഴ്സിങ്ങും വളരെ പെർഫെക്റ്റ് ആയിട്ട് നടന്നു. ആദ്യത്തെ പിയേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു 11 വർഷം മുന്നേ ആണ്, രണ്ടാമത്തേത് മൂക്കുത്തി എന്ന് പറയുന്നത് ഒരു 10 വർഷം മുന്നേ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറച്ച് കാലമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പിന്നീടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഏതാ മൂവി, അയ്യോ എനിക്കതിൻ്റെ പേര് കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ആ ഒരു മൂവി കണ്ടിട്ടാണ് എനിക്ക് തേർഡ് സ്റ്റഡിനോട് ഒരു ഇഷ്ടം വന്നിട്ടുള്ളത്. എനിക്ക് പക്ഷേ അതിൻ്റെ പേര് കിട്ടുന്നില്ല ആ മൂവിയുടെ. നമ്മളിങ്ങനെ ചില ഹീറോയിൻ്റെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളതിന് ഇൻസ്പയർഡ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണ് എനിക്ക് തേർഡ് സ്റ്റഡിനോട് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പോൾ പിന്നെ മനസ്സിൽ മുഴുവൻ അയ്യോ അത് വേണം എന്നുള്ള ഒരു ഇതായിപ്പോയി. തേർഡ് സ്റ്റഡ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഞാൻ അതും അങ്ങനെ ആരോടും പറയുകയൊന്നും ചെയ്യാണ്ട് ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന സമയത്തായിരുന്നു, വെക്കേഷന്, കുട്ടികൾക്ക് വെക്കേഷനായ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് വന്ന സമയത്ത് ഞങ്ങളൊരു 1 month ഒക്കെ നാട്ടിൽ ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഞാനിതുപോലെ തന്നെ ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല, ഞാൻ പോയിട്ട് അടുത്തത് തേർഡ് സ്റ്റഡ് ഞാൻ കുത്തി. അതും എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് അമ്മയോടും എല്ലാവരോടും പറയണത് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഉമ്മമാരൊക്കെ അല്ലേ ഇങ്ങനെ നിറയെ അങ്ങനെ കണ്ടിട്ടില്ലേ. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ കണ്ടപ്പോൾ അമ്മമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ്. കാരണം അമ്മമ്മ അങ്ങനെ പുറത്ത് പോകണ അധികം ആൾക്കാരെ കാണണമെന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇതിലിങ്ങനെ കാണുന്ന സമയത്ത് അമ്മമ്മ നോക്കി ഇതെന്താ അത് കാത് മുഴുവൻ അങ്ങനെ നിറച്ച് കുത്തുക, എന്താ അപ്പോൾ ഇത് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു.
പക്ഷെ ആരും അങ്ങനെ വഴക്കൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ആഗ്രഹവും നടന്നു. സെക്കൻഡ് പിയേഴ്സിങ്ങും കഴിഞ്ഞു. അല്ല, സെക്കൻഡ് അല്ല, തേർഡ് പിയേഴ്സിങ്. അതും ചെയ്തത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ചെയ്തില്ലേ, അവിടെ തന്നെയാണ് സെക്കൻഡിനും പോയത് കേട്ടോ. അപ്പൻ്റെ അടുത്ത് ചോദിച്ചു, തന്നെ ഇവിടെ ഒന്നും കൂടി കുത്താനുള്ള സ്ഥലമുണ്ട്, അവിടെ ഒന്നും കൂടി കുത്താന്നൊക്കെ ചോദിച്ചിട്ട് അവിടുത്തെ അവർ. പക്ഷേ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇപ്പം എന്തായാലും ഇതാണ്, ഇത്രയാണ് ഇപ്പം എനിക്കിഷ്ടമുള്ളൂ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടെ ചെയ്തു. അങ്ങനെ തിരിച്ച് ഖത്തറിലേക്ക് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പോയി. പിന്നെ കുറേ കാലത്തിലേക്ക് അങ്ങനത്തെ വേറെ ആഗ്രഹങ്ങളോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒന്നും വേണമെന്നൊന്നും പ്രത്യേകിച്ച് ചില ആഗ്രഹങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ പിന്നെ പാറു ഇപ്പോൾ ഇതാ കുറച്ച് വലുതായതിനു ശേഷം പാറുവിന് ഇതുപോലെ തന്നെ മൂക്കുത്തിയോട് അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം, വേണം എന്നിങ്ങനെ എപ്പോഴെപ്പോഴും പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡിനോടും ഇഷ്ടമായിരുന്നു. പക്ഷേ മൂക്കുത്തിയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ മുന്നത്തെ ബർത്ത്ഡേ അന്ന് നമ്മൾ വ്ളോഗൊക്കെ ഉണ്ട് കേട്ടോ, അന്ന് നമുക്ക് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലിൽ അത് ചെയ്തിട്ടൊക്കെ ഉണ്ട് അന്നത്തെ വീഡിയോ ഒക്കെ. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് പാറുവിന് കൊടുത്തതായിരുന്നു. കാരണം അവളിങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും പറയായിരുന്നു വേണം എന്നുള്ളത്. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് അവിടെ കൊണ്ടുപോയി കാത് കുത്തി. അങ്ങനെ പക്ഷേ അന്ന് കാത് കുത്തുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ വേദന അറിഞ്ഞാൽ നമ്മൾ സഹിച്ചാൽ മതി, അത് നമുക്ക് വേറെ ആരോടും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, അവർക്കത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഹീലാപനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ഞാൻ കുറച്ചും കൂടെയൊക്കെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഗൺ ഷോട്ട് തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം എനിക്ക് നല്ല പേടിയായിരുന്നു, എന്താവും വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ ഉപ്പ് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അവൾക്കും എൻ്റെ സെയിം തന്നെ ആയിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് അത് ഹീലായി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ, കുറച്ച് ദിവസമല്ല, ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് നമ്മളത് മാറ്റിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനത് മാറ്റിയിട്ട് കൊടുത്തു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പം ലാസ്റ്റ് ബർത്ത്ഡേക്കാണ് അവൾക്ക് മൂക്കുത്തണം എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ഭയങ്കര ആഗ്രഹമാണ്, മൂക്കുത്തി വേണം എന്നുള്ളത്. അപ്പോൾ മൂക്കുത്തി എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കുത്തി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് മൂക്കുത്താൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് പുതിയൊരിഷ്ടം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് പുതിയൊരിഷ്ടം വന്നത്. ഇവിടെ മേലെ വേണം എന്നുള്ളത് അതിപ്പോൾ ഒരു ട്രെൻഡാണ് അല്ലേ, അത് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നവർക്ക് അറിയുണ്ടാവും. ഇവിടെ ഈ കുത്തുന്നത് ഇപ്പം ട്രെൻഡാണ്, അത് ഒരുപാട് പേര് അങ്ങനെ ചെയ്തതാണ്. അപ്പം ശരിക്കും ഇതൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങോട്ട് നോക്കുമ്പം ആദ്യം കാണുക ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ മുടി നമ്മൾ ഒതുക്കി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുത്തിയിട്ടുള്ളതാണ് ശരിക്കും ഇങ്ങനെ കാണുക. അപ്പോൾ എനിക്കിപ്പം ഭയങ്കര അപ്പോൾ ഒരാഗ്രഹം വന്നു അവിടെയും കുത്തണം എന്നുള്ളത്. പക്ഷേ വീട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, അപ്പോൾ ആരും സമ്മതിക്കൊന്നുമില്ല. സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ മീൻസ് വെറുതെ ഇങ്ങനെ ചീത്ത പറയില്ല, വെറുതെ ഇങ്ങനെ പറയും എന്തിനാ അത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം വെറുതെ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാനും അപ്പോൾ അന്ന് കൂടെ അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. പാറുവിൻ്റെ കുത്താൻ പോയ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചേ ഇനി അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ കുത്തണം. പിന്നെ അമ്മ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പിന്നെ അത് തീരുമാനിച്ചതല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ കുത്താമെന്ന് വെച്ചിട്ട് പാറുവിൻ്റെ കുത്തിയ അതേ സമയത്ത് തന്നെ പാറുവിന് മൂക്കുത്തി, എനിക്ക് കാതിൻ്റെ ഇതായി മേൽഭാഗം ഇവിടെയും കുത്തിയിട്ടു. രണ്ടും ഗൺ ഷോട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് ചെയ്തു. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഇതുവരെ നമ്മളിങ്ങനെ നോർമലായിട്ട് സംഭവിക്കുന്നു, കാത് കുത്തുന്നു, ഹീലാകുന്നു, പുതുതിടുന്നു, കാത് കുത്തുന്നു, ഹീലാകുന്നു, മൂക്ക് കുത്തുന്നു, ഹീലാകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയുള്ള കഥകൾ മാറി മറിയാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ പാറുവിൻ്റെ മൂക്ക് കുത്തി, എൻ്റെ കാത് കുത്തി, നമ്മളത് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നു. ഞാൻ മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കെയർ ഒന്നും കൊടുത്തില്ല. ജസ്റ്റ് ആദ്യത്തെ ഒരു ദിവസം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു വേദന ഉണ്ടാവുമല്ലോ. ഗൺ ഷോട്ട് തന്നെയാണ് കേട്ടോ, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഗൺ ഷോട്ട് തന്നെയാണ്. എനിക്കെന്താ വെച്ചാൽ ആ മറ്റേ തരത്തിൽ ഇങ്ങനെയുള്ള പിയേഴ്സിങ്ങിനോട് എനിക്ക് പേടിയല്ല, എനിക്കത് കാണുമ്പോൾ തന്നെ വയ്യ, അങ്ങനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് കുത്തുന്ന പോലെയൊക്കെ തോന്നും. ഇത് ഗൺ ഷോട്ട് ആകുമ്പോൾ ടക്ക് പരിപാടി കഴിയില്ലേ, നമുക്കൊന്നും കൂടെ ആലോചിക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള ഒന്നിലും എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഗൺ ഷോട്ട് തന്നെയായിരുന്നു എനിക്ക് ഓക്കെ ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതുവരെ ഒക്കെ ചെയ്തിട്ടുള്ളത്, എല്ലാം ഗൺ ഷോട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരുടെയും
ഒരു പ്രശ്നവുമില്ല. എൻ്റേത് പെട്ടെന്ന് ഹീലായി, അവളുടെയും ഒക്കെ കുഴപ്പമില്ല, പെട്ടെന്ന് ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾക്ക് അങ്ങനെ എന്താ പറയുക, പണ്ടുള്ള ആൾക്കാർ പറയില്ല പഴുക്കാത്ത ശരീരമാണ്, അമ്മമ്മയൊക്കെ അങ്ങനെ പറയും കേട്ടോ. ചിലർക്കൊക്കെ ഉണ്ടാവില്ല, ചിലരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് പഴുക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ മുറിവാണെച്ചെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് പഴുക്കും എന്നൊക്കെ പറയണേക്കാം ചിലരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പായി. എൻ്റെയും ഹീലായി, അവളുടെ മൂക്കുത്തിയും ഹീലായി. അന്ന് ആ ബർത്ത്ഡേക്ക് ഞാനൊരു എന്താ പറയുക നോസ് പിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കേക്കിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഞാനന്ന് ബർത്ത്ഡേ ഗിഫ്റ്റിന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒക്കെ ഹീലായ സ്ഥിതിക്ക് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടു കേട്ടോ. 1 മാസമൊക്കെ കഴിഞ്ഞിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കിന്ന് അത് മാറ്റാം. മൂക്കുത്തി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റാൻ നമ്മളിങ്ങനെ, കാരണം എപ്പോഴും എല്ലാവരും ആദ്യം നോസ് പിന്ന് വാങ്ങിച്ച് വെക്കും അല്ലേ, വാങ്ങിച്ച് വെച്ചിട്ടാണ് പോയിട്ട് കുത്തുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ കയ്യിലുള്ളത് ഇങ്ങോട്ട് ഇടാൻ ഇങ്ങനെ വൈകി ഇരിക്കുന്നുണ്ടാവുക. അതന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ. അപ്പോൾ ആ മൂക്കുത്തി കിട്ടിയപ്പോൾ അവൾക്കത് വേഗം ഇടണം. അപ്പം ഇത് അഴിച്ചു. അത് അഴിക്കാൻ ഇത്തിരി പാടുപെടും. അത് ശരിക്കും ആ മൂക്കുത്തിയുടെ ആ ഗൺ ഷോട്ടിൻ്റെ ആ പിൻഭാഗം ഒന്നും കൂടെ അകത്തി കൊടുത്തിട്ട് അങ്ങനെ അഴിച്ചാൽ മതി. എന്നാലും അത് ഇത്തിരി അഴിക്കാൻ നമ്മൾ ഇത്തിരി പാടുപെട്ടു. എന്തായാലും ഞാൻ തന്നെ അതങ്ങനെ അഴിച്ചു കൊടുത്തു. അങ്ങനെ അഴിച്ചു കൊടുത്തിട്ട് പുതുതിട്ടു. അവിടെ നിന്നാണ് പിന്നെ പ്രശ്നം തുടങ്ങിയത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ നോക്കുമ്പോഴേക്കും അവിടെ ആകെ അങ്ങനെ ചുവന്ന കളറായിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തിങ്ങനായിട്ട് മൂക്കുത്തിയുടെ തൊട്ടടുത്തായിട്ടൊരു ബംപ്പ് വന്നു. അപ്പോൾ ആദ്യം അതെന്താ, കാരണം ഞാനത് ഇന്ന് വരെ കാണാത്തൊരു സാധനമാണ്. കാരണം എനിക്ക് ഇത്രയും പിയേഴ്സിംഗ് ഉണ്ടായിട്ടും എനിക്ക് മൂക്കുത്തിയിട്ടും ഒക്കെ എല്ലാം ചെയ്തിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ. അപ്പോൾ പാറുവിൻ്റെ മൂക്കിൻ്റെ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ആയിട്ട് ആദ്യം ഇങ്ങനെ കുഞ്ഞതായിട്ടൊന്ന് വന്നു, മാറിക്കോളെന്ന് വിചാരിച്ചു. പക്ഷേ അത് മാറാണ്ട് അതങ്ങനെ വലുതായി വന്നു എന്ന് മാത്രമല്ല, അതിങ്ങനെ വലുതായി വന്നിട്ട് മൂക്കുത്തിയുടെ മുകളിലേക്ക് കയറിയിട്ട് മൂക്കുത്തി കാണാതായി. അതായത് ആ ബമ്പിൻ്റെ ഉള്ളിലായിപ്പോയി മൂക്കുത്തി. അതായത് മൂക്കിൻ്റെ മുകളിലൊരു ബമ്പ് ഉണ്ട്, പക്ഷേ മൂക്കുത്തി കാണാനില്ല. അങ്ങനെ ആയിപ്പോയി. അപ്പം നമുക്ക് കാണുമ്പോൾ ആകെ ഒരു മാതിരിയായിട്ട്, കാരണം മുഖല്ലേ, മുഖത്തിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു ബമ്പ്, ഒരു ആകെ കൂടെ ഒരു മാതിരിയായിട്ട്. പിന്നെ അത് നല്ല വേദനയും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പേടിയായിട്ടോ, കാരണം ഇതുവരെ കാണാത്തൊരു പരിപാടിയല്ലേ. അങ്ങനെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അങ്ങനെ ചോദിച്ചപ്പോഴാണ്, ഇങ്ങനെ അതിന് വല്ലതും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു ഓയിൻമെൻറ്റ്, അത് ഇതിനുള്ളത് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആരെടുത്ത് ചോദിച്ചാലും ഇത് തന്നെയാണ് തരുന്നുണ്ടാവുക. ദ ഫ്യൂസിഡിൻ ഇതാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കാണുന്നില്ലേ? അതാ ഫ്യൂസിഡിൻ, ഇതാണ് അതിൻ്റെ പേര് കേട്ടോ, ഫ്യൂസിഡിൻ. ഈ ഒരു ഓയിൻമെൻറ്റ് കൊണ്ടൊന്ന് ഉപയോഗിച്ചപ്പം അത് അവൾക്ക് നല്ല പോലെ പ്രശ്നമായിട്ടോ മൂക്കുത്തി. കാരണം ഈ ബമ്പ് വന്ന് അത് മുറിവായി, അതിൽ നിന്ന് വെള്ളം വന്നിട്ടും, അത് സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടിയല്ലേ, അതിന് എന്തുപോലെ അത് ബുദ്ധിമുട്ടിയെന്ന് അറിയോ മൂക്കുത്തി വെച്ചിട്ട് തുടക്കത്തിൽ ആ സമയത്ത്. അപ്പം അങ്ങനെ ഇത് വാങ്ങിച്ചു. അപ്പം ഇതിങ്ങനെ മൂക്കിൻ്റെ മുകളിൽ തേച്ച് വെച്ചിട്ട് സ്കൂളിൽ പോകാൻ നിർത്തില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ ഒരു കോട്ടണിലാക്കിയിട്ട് സ്കൂളിലേക്ക് പോകുന്നത് വരെ ആ ബമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആ സമയത്ത് അത് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ സ്കൂളിൽ പോകും. അങ്ങനെ ഒരു 2-3 ദിവസം അതങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിച്ചപ്പോഴേക്കും ആ ബമ്പ് അങ്ങനെ മാറി ചുരുങ്ങി, അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മൂക്കുത്തി പുറത്തേക്ക് കാണാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമയം ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് മാറ്റി ഇട്ടത്. എന്നിട്ടും പോലും എന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. അവൾക്ക് പെട്ടെന്ന് 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെന്താണ് അങ്ങനെ ബമ്പ് വന്നേ ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണോ അങ്ങനെ വരിക എന്നുള്ളത്. അങ്ങനെ എന്തായാലും ഈ ഒരു ഫ്യൂസിഡിൻ ഇത് ഉപയോഗിച്ചിട്ടാണ് അതങ്ങോട്ട് ഓക്കെ ആയത് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നല്ല ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതും ഞാനിങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ അതുമാതിരി ഈ ഫ്യൂസിഡിനും അത് നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടേത് ഓക്കെ ആയി. അങ്ങനെ നമ്മളെല്ലാവരും ഹാപ്പിയായി. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ കമ്മലിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് എന്തോ ഒരു വേദന പോലെ ഇങ്ങനെ ഓർക്കണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിയേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കിവിടെ അങ്ങനെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് പാറുവിന് വന്ന അതേപോലെ ഒരു ബമ്പ് വന്നു ഈ കമ്മലിൻ്റെ അടുത്തായിട്ട്. പിന്നെ അവൾക്കുണ്ടായ അതേപോലെ തന്നെ അതങ്ങനെ വലുതായി നമ്മളുടെ ഈ കമ്മലിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വലിയ ചുവന്നിട്ട് വേറൊരു കമ്മൽ, അങ്ങനെ വലുതൊന്ന്. പിന്നെ അതിങ്ങനെ വലുതായി നമ്മളുടെ കമ്മലിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് കമ്മൽ അതിൻ്റെ ഉള്ളിൽ പോയി. അന്ന് ഞാൻ മാറ്റിയിട്ടിട്ടില്ല കേട്ടോ. 6 മാസമല്ല. അപ്പോൾ ഞാൻ എൻ്റെ മുകളിലത്തെ ഈ കമ്മൽ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതെന്താ വെച്ചാൽ ഈ ഏറ്റവും മുകളിൽ കുത്തുന്ന സമയത്ത് ഇത്തിരി നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പോലെ ഒന്നല്ല, അത് പെട്ടെന്ന് മാറ്റിയിടരുത് എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട്
ഞാനത് മാറ്റിയിടാണ്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത്രയും ആയിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 6 മാസമല്ല കേട്ടോ, 3-4 മാസമൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അത്രയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഇതുപോലെ ഒരു ബമ്പ് വന്ന് നമ്മൾ കുത്തുന്ന ആ കമ്മലുണ്ട്, ഗൺ ഷോട്ടിൻ്റെ ആ കമ്മലില്ലേ, ആ കമ്മൽ ഈ ബമ്പിൻ്റെ ഉള്ളിലേക്ക് പോയി ഇങ്ങനെ അവിടെ അങ്ങനെ വലിയൊരു സാധനം അങ്ങനെയായി. അത് മുമ്പിൽ മാത്രമല്ല, മുൻപിലും പിന്നിലും. അതായത് നമുക്കങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മളുടെ സ്റ്റഡ് അവിടെ കാണില്ല. സ്റ്റഡിന് പകരം 2 ഭാഗത്തും ഇങ്ങനെ മുഴ മീൻസ് ഒരു പൊള്ള അങ്ങനെ വന്നിരിക്കും. അങ്ങനെ പിന്നെ അത് ആദ്യം വന്നത് ഈ കാതിനാണ്. പിന്നെ നോക്കുമ്പോൾ അടുത്ത ദിവസത്തേക്ക് സെയിം ഈ കാതിനും ഇതിലും അതേപോലെ വന്ന് ഇതിൻ്റെയും കമ്മൽ അതിൻ്റെ ഉള്ളിൽ പോയി, പുറത്തും ഉള്ളിലും 2 സൈഡിലും, അതായത് ചെവിയുടെ ഈ ഭാഗത്തും ഇപ്പുറത്തെ സൈഡിലും 2ലും അങ്ങനെ ബമ്പ് വന്നിട്ട് കമ്മൽ അതിൻ്റെ ഉള്ളിൽ പോയി. ഞാൻ എന്ത് ചെയ്യണം? ഇത് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ, നല്ല വേദനയുണ്ടായിരുന്നു. ഇതതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. എന്ത് ചെയ്യും? ഫ്യൂസിഡിൻ ഉപയോഗിച്ചു, കാരണം നമ്മൾക്ക് കയ്യിലിരിക്കുകയാണല്ലോ സാധനം. ഫ്യൂസിഡിൻ ഉപയോഗിച്ചു, ഒരു രക്ഷയില്ല. ഫ്യൂസിഡിൻ ഉപയോഗിച്ചു, ഒരു മാറ്റമില്ല, എനിക്കത് മാറുന്നേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഇതൊന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് ഫ്യൂസിവാൾ പറഞ്ഞിട്ട് വേറൊന്നാണ് സംഭവം. അതിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് തന്നെയാണ്, സോഡിയം ഫ്യൂസിഡേറ്റ് ഓയിൻമെൻ്റ് ആണ്, കണ്ടൻറ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിന് വേണ്ടി ഉപയോഗിക്കണത് തന്നെയാണ്. ഞാൻ 2 മേടിച്ചു, പക്ഷേ 2 ഉപയോഗിച്ചിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. പറഞ്ഞാൽ അതിങ്ങനെ ദിവസം തോറും വലുതായി വരിക, വേദന കൂടി വരിക. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ടായിട്ടോ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കമ്മൽ അവിടെ കാണാനില്ല. ഞാൻ കുറേ ദിവസത്തെ വീഡിയോസ് ചെയ്തിരുന്ന അങ്ങനെയായിരുന്നു. നിങ്ങളൊക്കെ ആ സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഓരോന്നിൻ്റെയും ഞാൻ അതിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ കാണിക്കാം കേട്ടോ. അങ്ങനെ ചിലതൊക്കെ വീഡിയോ എടുത്ത്, ചിലതൊന്നും കാണാൻ പറ്റില്ല, അത്രയും വൃത്തികേടായിട്ട് എടുത്തിട്ടില്ല, ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കാതായിട്ട്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അപ്പോഴൊക്കെ ഞാൻ എന്നിട്ട് മുടി ഇങ്ങനെ മറച്ച് വെക്കുന്നില്ല. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കാണുന്ന സ്ഥലമല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴും അതേ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. കാരണം അത് കാണാൻ പറ്റില്ല, അങ്ങനത്തെ രൂപത്തിലായിട്ടുണ്ടായിരുന്നു. ആകെ അങ്ങോട്ട് അങ്ങനെ ഉണ്ടയായി, ആകെ ഒരു മാതിരിയായിട്ട്. അയ്യോ, പിന്നെ അത് എന്ത് ചെയ്യണം? ഞാൻ ഈ ഡോക്ടറെ കാണില്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടോ. അങ്ങനെ ഞാനൊരു പ്രാവശ്യം ബ്യൂട്ടി പാർലറിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ അഴിക്കലോ, കമ്മൽ ഇതൊക്കെ അഴിച്ചിട്ട്, അപ്പോൾ ഞാൻ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളെ ഹെയർ നല്ലതാക്കിയിട്ട്, അപ്പോൾ അവരിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ തട്ടും. അപ്പോൾ ഇത് തട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഇവിടെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഞാനിങ്ങനെ കാത് കുത്തിയതിൻ്റെ വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്നിട്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്തത് ചോദിച്ചു. കാരണം അവിടെ അങ്ങനെ 2 ഉണ്ടയാണ് അങ്ങനെ ഇരിക്കണു. അപ്പോൾ അവർ ചോദിച്ചു, അയ്യോ ഇതെന്തത്, ആകെ പഴുത്ത് കുളമായിരുന്നല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഇതിൻ്റെ പിൻഭാഗത്തേക്ക് എനിക്ക് കാണില്ലല്ലോ. ഞാനാണെന്ന് വീട്ടിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ആരും അത് അത്ര ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല വീട്ടിലൊന്നും. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു, ഇതാകെ പഴുത്ത് കുളമായിരുന്നു, വേഗം ഡോക്ടറെ കണ്ടു, അല്ലാണ്ട് ഒന്നും നടക്കില്ല, ആകെ പ്രശ്നമായിരുന്നു കേട്ടോ അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവിടെ 2 പേരാണ് ഉണ്ടായിരുന്നത് ബ്യൂട്ടി പാർലറിൽ. അപ്പോൾ അതിലത്തെ ഒരാൾ പറഞ്ഞു, ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അതൊന്ന് ശരിയാക്കി തരാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ ആരെങ്കിലും ശരിയാക്കിയാൽ മതിയായിരുന്നു വെച്ചിട്ടായിരിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, വേദന നല്ലപോലെ സഹിക്കേണ്ടി വരും, കാരണം അത് കണ്ടാൽ നല്ല പ്രശ്നമാണ്, ഞാനൊന്ന് ട്രൈ ചെയ്യാം നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബമ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എനിക്ക് കമ്മലൊന്നും എൻ്റെ പുറത്തേക്ക് കാണില്ല, 2 കമ്മലും എനിക്ക് പുറത്തേക്ക് കാണില്ല, അങ്ങനെയായിരുന്നു. ഈ ഒരു കമ്മൽ കുറേശ്ശെ പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. ഈ കമ്മൽ അവിടെ ഉണ്ട് തന്നെ അറിയില്ലായിരുന്നു, അതിൻ്റെ ഉള്ളിലാണ്, ഈ ബമ്പിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അവർ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് അമർത്തിയിട്ട് ആ ബമ്പിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്തേക്ക് ഇങ്ങനെ കുത്തി അങ്ങോട്ട് എടുത്തു. അമ്മേ, വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയായിരുന്നു കേട്ടോ. പക്ഷേ കൂടെ കുറേ അതിങ്ങനെ കെട്ടി നിന്നിട്ട്, തോന്നുന്നുണ്ടേ അതിൻ്റെ ഉള്ളിൽ കെട്ടി നിന്നിട്ട് കുറേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വെള്ളവും ബ്ലഡും ഒക്കെ കൂടി വന്ന് ആകെ നല്ല വേദനിച്ചു. അപ്പോൾ അവർ പക്ഷേ നല്ലോണം ടിഷ്യൂ വെച്ച് ഫ്രണ്ടിലും ബാക്കിലും സെയിം ഇതിൻ്റെയും ഒക്കെ എല്ലാം ഇതാക്കി എനിക്ക് കമ്മൽ പുറത്തേക്ക് കാണാം എന്നുള്ള രൂപത്തിലാക്കി തന്നു. ആ ബമ്പ് മുഴുവൻ അവർ ഇങ്ങനെ പൊട്ടിച്ച് അമർത്തി അങ്ങനെ ഇതാക്കി ഫുൾ അതിൻ്റെ ഉള്ളിലത്തൊക്കെ ക്ലീൻ ചെയ്ത് എനിക്ക് ശരിയാക്കി തന്നു. അപ്പോൾ നോക്കുമ്പോൾ കമ്മൽ കാണാം, ആ രൂപത്തിൽ അവരാക്കി തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിൻ്റെ തുറന്ന് വീട്ടിൽ പോയിട്ട് നല്ലോണം ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് നല്ലപോലെ അങ്ങനെ ചെയ്ത് നോക്കൂ. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് മാറില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണൂ കേട്ടോ, അത് ഭയങ്കര പ്രശ്നമായിരുന്നു പറഞ്ഞു.
അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാനിത് നോക്കാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ, കുറച്ച് ചൂടുവെള്ളത്തിൽ, ആ ചൂടായിട്ടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ല കോട്ടൺ ഇങ്ങനെ വെച്ച് കുറേ നേരം ഇരിക്കും, നല്ല അങ്ങനെ വയ്ക്കും. ഞാൻ പറയട്ടെ, ഇങ്ങനെ കാത് കുത്തിയിട്ട് പ്രശ്നം വരുന്നവർക്ക് ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുള്ളതാണ് ഏറ്റവും നല്ല മരുന്ന്. നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കാണ്ട് വിടുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. ഞാനൊന്നും കെയർ ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് വിചാരിച്ചു കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഇത് എന്താണ് ഇത്രയും ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം അതെന്താ അങ്ങനെ വന്നതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ കുറേ ദിവസം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെവിയിൽ തന്നെ. അപ്പോഴാണ് അമ്മയ്ക്ക് അറിയണ പോലും ഉള്ളൂ കേട്ടോ, അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനിത് 2 കാതലും അതെ അങ്ങനെ ചെയ്ത് അങ്ങനെ ആ ഒരു മുറിവുകളും അതുമാതിരി ആ ബംപ്പ് വന്നതും അതിൻ്റെ എല്ലാം പോയി മൊത്തത്തിൽ ഉണങ്ങിക്കിട്ടി. അത് ഉണങ്ങുന്ന വരെ ഞാനത് ഉപ്പുവെള്ളം നനച്ചിട്ടുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് ദിവസത്തിലൊരു 4 ടൈംസ് 5 ടൈംസ് എനിക്ക് എത്ര പ്രാവശ്യം പറ്റണോ അപ്പോഴൊക്കെ ഞാൻ കിച്ചണിൽ പോകുമ്പോഴൊക്കെ വേഗം ചൂടുവെള്ളം ഉണ്ടാക്കും. അതിൽ ഉപ്പിട്ടിട്ട് ഞാനിങ്ങനെ കോട്ടണിലാക്കിയിട്ട് ഇവിടെ അങ്ങനെ വെക്കും. കമ്മലിൻ്റെ മുമ്പിലും പിന്നിലും ഞാൻ അങ്ങനെ വെച്ച് അങ്ങനെ അത് മൊത്തം ക്ലിയർ ആയിട്ടോ. ഞാൻ പറയില്ല, എനിക്ക് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, വെറും ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടുള്ളത് ഉപയോഗിച്ചിട്ടാണ് അത് ശരിയായിട്ടുള്ളത്. അങ്ങനെ അത് മൊത്തം മാറി. അപ്പോഴേക്കും എനിക്ക് ഈ കമ്മൽ പിന്നെ മാറ്റണം, കാരണം മറ്റത് കുത്തുന്ന സമയത്തുള്ള അതല്ലേ, അത് മാറ്റിയിട്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള കമ്മലിടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കമ്മലിടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കമ്മലിട്ടു, ഈ കമ്മൽ ഞാൻ ഇട്ട് കഴിഞ്ഞു. അടുത്തത് ഈ കമ്മലിടാൻ നോക്കുമ്പോൾ ആ ഭാഗത്തിന് ഇത്രയും തടി എൻ്റെ കമ്മൽ അവിടെ കമ്മലിൻ്റെ കാലപ്പുറത്തേക്ക് എത്തുന്നില്ല. അതായത് അത്രയും കമ്മലിൻ്റെ കാലിനെക്കാട്ടിലും തടിയുണ്ട് ആ ഭാഗം. എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് അവിടേക്ക് ഇടാൻ പറ്റുന്നില്ല. അയ്യോ, പിന്നെ എനിക്കതായി ടെൻഷൻ. എങ്ങനെയെങ്കിലും ഇത് ഇടണ്ടേ, എനിക്ക് കമ്മലിടണമല്ലോ, കമ്മലിടാണ്ട് മറ്റേ ആ എന്താ പറയുക, പിയേഴ്സ് ചെയ്യണ സമയത്ത് നമ്മൾ വെക്കുന്ന ആ കമ്മലിലെ ഗൺ ഷോട്ടിൻ്റെ അതിൻ്റെ കാലിന് ഇത്തിരി നീളം കൂടുതലാണ് അതിൻ്റെ സ്റ്റഡിന്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിടുമ്പോൾ മാത്രം അതിൻ്റെ അറ്റങ്ങനെ പുറത്തേക്ക്, ഒരു ചെറിയ അറ്റ പുറത്തേക്ക് വരും, അതിൻ്റെ മുകളിൽ ഇടുക, അങ്ങനെയാണ് പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആകതായി, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? കാരണം എനിക്ക് മേടിച്ചിട്ടുള്ള കമ്മലുകളൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ആകെ ടെൻഷനായി. അവസാനം ഞാൻ വീണ്ടും ഞാൻ തന്നെ വിചാരിച്ചു, വേദന സഹിക്കാൻ ഞാൻ അങ്ങോട്ട് മനസ്സിലുറപ്പിച്ച് ഞാൻ തന്നെ ഇരുന്ന് അതങ്ങനെ അമർത്തി പിടിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ കമ്മലിട്ടു. അങ്ങനെ അപ്പം ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, അതിങ്ങനെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് തള്ളി പിടിച്ച് അങ്ങനെ അമർത്തി പിടിച്ചൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റഡ് ഇട്ടു, ഒരു വിധത്തിൽ ഇട്ടു. അങ്ങനെ എന്നിട്ട് ഞാൻ അന്ന് തൊട്ടിട്ട് വീണ്ടും, ഇനിയിപ്പം അടുത്ത ദിവസം തൊട്ട് വീണ്ടും അത് പ്രശ്നമാവും, അത് ഉറപ്പാണ്. അപ്പം ഞാൻ വീണ്ടും അത് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഉപ്പുവെള്ളം, കോട്ടൺ അങ്ങനെ വെച്ച് വീണ്ടും ഇതാക്കി. ഇപ്പോഴാണ് എല്ലാം ഒന്ന് മാറി സുഖമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഈ കമ്മൽ ഇവിടെ ഇങ്ങനെ ലൂസായിട്ടായിരിക്കുന്നത്, കാല് നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണും. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴും അങ്ങനെ ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആ ഒരു ഭാഗം മുഴുവനായിട്ട് അങ്ങോട്ട് ക്ലിയർ, എന്ന് വെച്ചാൽ ക്ലിയർ ആവുക മീൻസ് അതിൻ്റെ ആ കനം ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴും പുറത്തേക്ക് ഒരു ശർക്കരയാണ് കമ്മലിൻ്റെ ഈ ഭാഗം വരുന്നുള്ളൂ. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ അങ്ങനെ വരുന്നുണ്ട് തോന്നിയാൽ അപ്പം ഞാൻ വേഗം ഉപ്പുവെള്ളത്തിൽ ഇതാക്കിയിട്ട് അങ്ങനെ കോട്ടണാക്കിയിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് അതിൻ്റെ ബെസ്റ്റ് മരുന്ന് എന്ന് പറയുന്നത്, അതാണ് കേട്ടോ. എൻ്റെ അമ്മയെ സ്റ്റോറി പറഞ്ഞ് എങ്ങോ എത്തിയെന്ന് തോന്നുന്നുണ്ട്, കുറേ സമയമായി തോന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അതിന് ആവശ്യത്തിനുള്ള കെയർ കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരണത്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ പറയുക, നമ്മളിങ്ങനെ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണത് അല്ലേ. മൂക്കുത്തി ആണെച്ചെങ്കിലും സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ് ഏതാണെച്ചെങ്കിലും നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യണമായിരിക്കും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് അഴിച്ചിടും. അത് അഴിച്ചിടല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. എന്നിട്ട് അതങ്ങനെ അഴിച്ചൊഴിവാക്കി കഴിഞ്ഞാൽ തീർന്ന്. രാവിലെ അഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ഓട്ടടയും. പിന്നെ നമ്മളത് വീണ്ടും കുത്തിയിട്ട് വേണം. അങ്ങനെ ചെയ്യരുത് ആരും കേട്ടോ. നമ്മൾ ഇത്തിരിയൊക്കെ ഒന്ന് വേദന സഹിക്കണമല്ലോ. അപ്പോൾ നമ്മളതിന് കുഴപ്പമില്ല, അത് നമ്മൾ അവിടെ തന്നെ അതവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം. അല്ലാണ്ട് അത് അഴിച്ച് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പോരുത്. ഇനി അഥവാ കമ്മൽ അഴിച്ച് വെച്ചാൽ തന്നെ നമ്മൾ പറയില്ലേ, തുളസിയുടെ കുഞ്ഞു കമ്പൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കിട്ടിട്ടില്ലേ, അങ്ങനെ ഇട്ട് കൊടുത്താൽ അതൊരു മെഡിസിനൽ ഇതുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടോ അങ്ങനെ എന്തായാലും അതിൻ്റെ ആ ഓട്ട അവിടുന്ന് അടയാൻ സമ്മതിക്കരുത്. അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഉപ്പുവെള്ളം വെച്ച് കൊടുക്കുക. ഉപ്പുവെള്ളം തന്നെയാണ് ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടും നിങ്ങളുടെ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉപ്പുവെള്ളം ചൂടുവെള്ളത്തിൽ നല്ല പോലെ ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ നല്ല അങ്ങനെ
ഇതാക്കി എടുത്തിട്ട് അതിങ്ങനെ കോട്ടണിൽ മുക്കി നല്ല വെച്ച് കൊടുക്കുക. ഉറപ്പായിട്ട് മാറും. അവിടെ വന്നിട്ടുള്ള നീരും അവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം മാറാൻ ഉപ്പുവെള്ളം തന്നെയാണ് ബെസ്റ്റ്. പിന്നെ ഇതാ ഫ്യൂസിഡിൻ, ഞാൻ പറഞ്ഞില്ലേ ഫ്യൂസിഡിൻ ഒരുവിധം എല്ലാവർക്കും മാറുന്നതിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പാറുവിൻ്റെ ഒക്കെ മാറിയത് ഇത് തേച്ചിട്ട് തന്നെയാണ് കേട്ടോ. എനിക്കെന്തുകൊണ്ടോ അത് എഫക്റ്റീവ് ആയില്ല. എനിക്ക് ഉപ്പുവെള്ളം തന്നെ ആയിരുന്നു എൻ്റെത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അന്ന് ഞാൻ ആ മൂക്കുത്തിയുടെ ഇതൊക്കെ ഇട്ട സമയത്ത് പലരും അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിൽ സമ്മതിക്കില്ല എന്നോ അല്ലെങ്കിൽ പേടിയാണെന്നോ അങ്ങനെ അങ്ങനെ പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗൺ ഷോട്ട് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. മറ്റതും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുത്താം, അത്രയും വേദന വയ്ക്കും വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയുന്ന പോലെ അതിനൊരു ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക, അത്രേ വേണ്ടി. എല്ലാം ഹാപ്പിയായി, എല്ലാം അടിപൊളിയായി കണ്ടോ. എനിക്കിപ്പം ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. അപ്പോൾ ഇതാണ് എൻ്റെയും പാറുവിൻ്റെയും ഒക്കെ പിയേഴ്സിങ് സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു കുഞ്ഞു ലൈഫല്ലേ, നമ്മളുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ നടത്താൻ നമുക്ക് പറ്റണ്ടേ അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും പേടിക്കാണ്ട് പോയിട്ട് മുക്കുത്തേ കതുത്തേ ഒക്കെ ചെയ്തോളൂ. എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിയേഴ്സിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. മൂക്കുത്തിയുള്ളവർ എന്തായാലും സ്പെഷ്യലായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.